എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് കൂടി ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ISL സീസൺ സച്ചിൻ സുരേഷ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഗോൾ കീപ്പർക്ക് നഷ്ടമാവുമെന്നാണ്. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻ മതിലായ മിലോസ് ഡ്രിൻസിച്ചിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതുക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം സെന്റർ ബാക്കായ മിലോസ് ഡ്രിൻസിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് മാത്രമായിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ കരാറിലാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. മോണ്ടിനിഗ്രോ, ബെലാറസ് എന്നീ രാജ്യങ്ങളിലെ മുൻനിര ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും മിലോസ് ഡ്രിൻസിച്ച് എന്ന ഈ ഒരു പ്രതിരോധ താരം 230-ലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കൂടാതെ ഡാനിലോ ഗ്രാൻഡി എന്ന ടീമിനോടൊപ്പമാണ് താരം തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ അറിയാൻ സാധിക്കുന്നത് മിലോസ് ഡ്രിൻസിച്ചിന്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് FC പുതുക്കാൻ തയ്യാറാണ് എന്നാണ്. നിലവിൽ ഏതായാലും മിലോസ് ഡ്രിൻസിച്ചുമായി കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു കരാറിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വർഷത്തേക്ക് മിലോസിനെ കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താരത്തെ അടുത്തൊരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ കാരണം എന്നത് ഈ ഒരു 10ാം സീസണിലെ മിലോസ് ഡ്രിൻസിച്ച് എന്ന സൂപ്പർ താരത്തിന്റെ മികച്ച പ്രകടനം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ കൂടുതൽ മത്സരങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മിലോസിന്റെയും മാർക്കോ ലെസ്കോവിച്ചിന്റെയും ഒരു കൂട്ടുകെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ ജോലി ചെയ്തിട്ടുമുള്ളത്. ഏതായാലും നിലവിൽ ഈ ഒരു 24-കാരനായ മിലോസ് ഡ്രിൻസിച്ച് എന്ന സൂപ്പർ താരം ഈ ഒരു 10ാം സീസണിൽ പ്രതിരോധ താരമായിട്ട് തന്നെ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇതുകൂടാതെ മോണ്ടിനിഗ്രോയിലെ അണ്ടർ 70, അണ്ടർ 90, അണ്ടർ 23 ടീമുകളുടെയും ഒരു ഭാഗമായിരുന്നു മിലോസ് ഡ്രിൻസിച്ച് എന്ന സൂപ്പർ താരം. ഏതായാലും ഈ ഒരു റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC മിലോസ് ഡ്രിൻസിച്ച് എന്ന ഈ ഒരു സൂപ്പർ താരത്തിന്റെ കരാർ നീട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒരുപാട് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, സച്ചിൻ സുരേഷിന്റെ പരിക്ക് എന്തായി ബ്രോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സച്ചിൻ സുരേഷിന്റെ പരിക്കിനെ തുടർന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാലാക അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകൻ എന്നൊക്കെ അറിയപ്പെടുന്ന മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് താരത്തെ ഗ്രൗണ്ടിൽ നിന്നും സ്ട്രെച്ചറിലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും താരത്തിന്റെ പരിക്കിനെ തുടർന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിന് ഇനി ദീർഘകാലം പുറത്തേ ഇരിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. കൂടാതെ അധികം വൈകാതെ തന്നെ താരം ശസ്ത്രക്രിയക്ക് വിധേയനാകുമെന്നും ഇതിനുവേണ്ടി താരം മുംബൈയിലേക്ക് പോകുമെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും താരത്തിന്റെ ശസ്ത്രക്രിയയൊക്കെ നടക്കുക. നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയ ലൂണയുടെ പരിക്കും ചികിത്സിച്ചിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിൽ അവരുടെ തട്ടകത്തിൽ വെച്ചായിരുന്നു സച്ചിൻ സുരേഷിന് തോളിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഒരു ക്രോസ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സച്ചിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. താരത്തിന് അന്ന് ഉടൻ തന്നെ സബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പകരം കരൺജിത് സിംഗിനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടും കരൺജിത് സിംഗിനെയായിരിക്കും നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ കാണാൻ സാധിക്കുക. നമുക്കറിയാം കരൺജിത് സിംഗിന് ബ്ലാസ്റ്റേഴ്സിൽ സച്ചിനേക്കാൾ കൂടുതൽ ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം സച്ചിൻ സുരേഷിന് പകരമായിക്കൊണ്ട് കരൺജിത് സിംഗ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരമായ മാർക്കോ ലെസ്കോവിച്ചിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. താരം പരിക്ക് പറ്റി ഉടൻ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലെസ്കോവിച്ചിന്റെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് താരത്തിന് MRI സ്കാനിംഗ് എടുത്താൽ മാത്രമേ താരത്തിന്റെ പരിക്ക് ഗുരുതരമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും അധികം വൈകാതെ തന്നെ വരും ദിവസങ്ങളിൽ ലെസ്കോയുടെ പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നതാണ്. ഏതായാലും ഇതിനെ കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.